സാധാരണക്കാർക്ക് ആശ്രയമായ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്ത പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ബജറ്റിൽ സപ്ലൈകോയെ അവഗണിച്ച സർക്കാർ നടപടി. കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കഴിഞ്ഞ വാർത്തകളിൽ ഈ ഇടവേളയ്ക്ക് മുന്നേ 3 സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ലൈവായിട്ട് ഈ സപ്ലൈകോയിലെ ദുരവസ്ഥ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ എല്ലായിടത്തും സമാനമായ അവസ്ഥയാണ്. കോഴിക്കോടായാലും തിരുവനന്തപുരത്തായി കഴിഞ്ഞാലും ആലപ്പുഴയായി കഴിഞ്ഞാലും ജനങ്ങൾ തീരെ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്താത്ത അവസ്ഥ, കാരണം എത്തിയിട്ടും പ്രയോജനമില്ലാത്ത ഒരവസ്ഥ. ഈ കൊച്ചിയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ അവസ്ഥയും ഇതിൽ നിന്ന് വിഭിന്നമല്ല എന്ന് തോന്നില്ലേ? അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആൾക്കാരുടെ പ്രതിഷേധവും എത്രത്തോളം ശക്തമാണ്? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ലാത്ത അവസ്ഥ അതിപ്പോഴും തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടയക്കുന്ന ഭാഗത്തുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ്. ഈ പട്ടിക നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് 21 ഇനങ്ങളുള്ള സാധനങ്ങളുടെ പട്ടികയാണ്. അതിൽ സബ്സിഡി ഇനത്തിൽ ആകെ ഉള്ളത് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയും ഒപ്പം തന്നെ തുവരപ്പരിപ്പുമാണ്. പഞ്ചസാര, ചെറുപയർ, ഉഴുന്ന്, അരി അടക്കമുള്ള ഇനങ്ങൾ ഒന്നും തന്നെ സബ്സിഡി ഇനത്തിലില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഈ സ്റ്റോക്കൊക്കെ എത്തുക എന്നുള്ള കാര്യത്തിലും ഒരു അനിശ്ചിതാവസ്ഥയാണ് നിൽക്കുന്നത്. കാരണം ജീവനക്കാർക്ക് പോലും അറിയില്ല എപ്പോഴാണ് ഈ സാധനങ്ങളുടെ സ്റ്റോക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം, അതായത് സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് സപ്ലൈകോ. കാരണം സബ്സിഡി നിരക്കിൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് ആളുകളുടെ എണ്ണം ഇവിടേക്ക് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ വരുന്ന ആൾക്കാരൊക്കെ തന്നെ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ഇല്ല എന്ന് കാണുമ്പോൾ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കിപ്പോൾ 3-4 പേര് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അവരോട് പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ നമുക്ക് തേടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നാളുകളായിട്ട് ഈ ദുരവസ്ഥ തുടരുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലും ഇടപെടൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലും ഇത് സംബന്ധിച്ചുള്ള ഒരു അതൃപ്തി പ്രകടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. ബജറ്റിൽ പോലും ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം, ബജറ്റിൽ പാടെ അവഗണിച്ച ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി അവരിൽ നിന്ന് നമുക്ക് തേടേണ്ടതുണ്ട്. ഏത് വിധത്തിലാണ് അവർ ഈ ഒരു ബജറ്റിൽ സർക്കാർ ഈ സപ്ലൈകോയെ അവഗണിച്ച നടപടി കാണുന്നത് എന്നുകൂടി നമുക്ക് വിലയിരുത്തണം. ഈ സപ്ലൈകോയിൽ നാളുകളായിട്ട് ഈ സാധനങ്ങൾ ലഭ്യമല്ല. സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് എപ്പോൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ജീവനക്കാർക്കും ഒരു മറുപടിയില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ബജറ്റിൽ ആ ഒരു തുക വകയിരുത്തുന്നതിലും സപ്ലൈകോയെ പാടെ സർക്കാർ അവഗണിച്ചത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ കഴിഞ്ഞ 6-7 മാസക്കാലമായിട്ട് അവശ്യ വസ്തുക്കളൊന്നും സപ്ലൈകോയിൽ ലഭ്യമല്ല. കാരണം സാധാരണ സബ്സിഡി കൊടുക്കേണ്ട സാധനങ്ങൾ, സബ്സിഡി ഇനത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള റേഷൻ കാർഡ് മുഖാന്തരം സബ്സിഡി ഇനത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാധനങ്ങളും, നിത്യജീവിതത്തിൽ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളും, അരി, അതുപോലെ തന്നെ ഉഴുന്ന്, പയറുവർഗ്ഗങ്ങൾ, മുളക് തുടങ്ങിയ അവശ്യ സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ ലഭ്യമല്ല. പൊതുവിതരണ രംഗത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനവുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നലത്തെ തന്നെ കേരള ബഡ്ജറ്റിൽ 10 കോടി രൂപ മാത്രമാണ് ഇത്രയും വലിയ ഒരു പൊതുവിതരണ രംഗ ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള സപ്ലൈകോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ അതിൽ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുവിതരണ രംഗത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനവുമായിട്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല അവശ്യ വസ്തുക്കളും സപ്ലൈകോയിൽ ലഭ്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ, അതായത് സാധനങ്ങൾ വാങ്ങിക്കാൻ ഏറ്റവും കൂടുതൽ എത്തുന്ന സ്ത്രീകളാണ്. അവർ വരുന്ന സമയത്ത് സാധനങ്ങളില്ല, അല്ലെങ്കിൽ സബ്സിഡി ഇനത്തിൽ വില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ സപ്ലൈകോയെയാണ് സാധാരണഗതിയിൽ ആശ്രയിക്കുക. ആ വരുന്ന സമയത്ത് ഒന്നും തന്നെ സാധനങ്ങൾ കിട്ടുന്നില്ല. അതിനകത്ത് മാനസികമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സാധാരണ വേണ്ട പഞ്ചസാരയാണെങ്കിലും പയർ, ഉഴുന്ന്, മുളക്, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് എപ്പോഴും വേണ്ട കാര്യങ്ങൾ. സാധാരണ ജനങ്ങൾക്ക് ആവശ്യം അതുള്ളതാണ്. അതുപോലുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് വന്നാലും സപ്ലൈകോയിൽ ഇല്ല. അത് നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ട്, സാമ്പത്തിക രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. വിലക്കയറ്റം ഉണ്ട് പൊതുവിപണിയിലടക്കം. അതുകൊണ്ടാണ് നമ്മൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇത്തരം ഒരു ദുരവസ്ഥ കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? പിന്നെ നമ്മൾ വില കുറച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ് ഈ പറയുന്നത് പോലെ പത്രമാധ്യമങ്ങളിൽ ഇരുന്നുള്ള തള്ളു മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വരുമ്പോഴാണ് അറിയണ നിത്യോപയോഗ സാധനങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? ഇപ്പം തന്നെ ഇവിടെ ഒരു മനുഷ്യൻ വരുന്നില്ലല്ലോ. വന്നവരൊക്കെ തിരിച്ചു പോയി, ഒന്നുമില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ കയറി നോക്കിയപ്പോഴൊന്നുമില്ല. പിന്നെ നമ്മൾ എന്താ ഇവിടെ നിന്ന് വാങ്ങിക്കണത്?
സുരേഷ്, അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. സപ്ലൈകോയിലേക്ക് ഒരുപക്ഷെ കുറെ നാളുകൾക്ക് മുന്നേ സപ്ലൈകോയെ കൂടുതൽ ആശ്രയിച്ചിരുന്ന സാധാരണക്കാർ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്നില്ല. കാരണം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുന്നില്ല. ആകെ കിട്ടുന്നത് തുവരപ്പരിപ്പ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ പട്ടിക കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് തുവരപ്പരിപ്പും വെളിച്ചെണ്ണയും മാത്രമാണ് ഉള്ളത്. ബാക്കിയുള്ള ഇനങ്ങളൊന്നും തന്നെ, സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. അത് എപ്പോഴാണ് എത്തിച്ചേരുക എന്ന് ജീവനക്കാർക്കും അറിയില്ല. ജീവനക്കാരുടെ ശമ്പളം തന്നെ ലഭിക്കുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നീളുന്നുണ്ട്. ഇതിലും ബജറ്റിൽ പോലും സർക്കാർ അത്തരത്തിൽ ഒരു സപ്ലൈകോയ്ക്ക് ഒരു വേണ്ടത്ര പരിഗണന നൽകാത്തതും ഒരു തിരിച്ചടി തന്നെയാണ്. എന്തായാലും രേഷ്മ, ഇപ്പോൾ തന്നെ ഈ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബജറ്റിലും വലിയ തുക ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഇനിയും സാധനങ്ങൾ അവിടത്തേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ജീവനക്കാരുടെ ശമ്പളമായി കഴിഞ്ഞാലും അവിടെ എത്തുന്ന സാധനങ്ങളായി കഴിഞ്ഞാലും പ്രത്യേകിച്ച് സബ്സിഡി സാധനങ്ങളായി കഴിഞ്ഞാലും ഇനി ഒരു പ്രതീക്ഷയും വെക്കേണ്ടതില്ല. ഒരു പക്ഷേ ഇലക്ഷൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ഇത് വീണ്ടും സജീവമാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒരു ഇലക്ഷൻ ഗിമ്മിക്കുകൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം എന്ന രീതിയിൽ. അതുവരെ നമുക്കൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട. സാധാരണക്കാരുടെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണല്ലേ സുരേഷ്? തീർച്ചയായിട്ടും. കാരണം സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഒരു പ്രതീക്ഷ അർപ്പിക്കുക? ഒരു പക്ഷേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ബജറ്റിലടക്കം സപ്ലൈകോയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചതുമില്ല. 2016 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സബ്സിഡി ഇനത്തിൽ സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ ഏകദേശം 2000-ലധികം കോടി രൂപയാണ് സർക്കാരിൽ നിന്ന് സപ്ലൈകോയ്ക്ക് ലഭിക്കാനുള്ളത്. പക്ഷെ അതിൽ 1% തുക പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം, അതിലും ഒരു പരിഗണന സപ്ലൈകോയ്ക്ക് ലഭിച്ചതുമില്ല. ഒപ്പം തന്നെയാണ് ഈ കരാറുകാരുമായിട്ടുള്ള വിഷയം കൂടി നിലനിൽക്കുന്നത്. കരാറുകാർക്കും കുടിശ്ശികയായിട്ട് കോടിക്കണക്കിന് രൂപയാണ് സപ്ലൈകോ നൽകുവാനുള്ളത്. സർക്കാർ വേണ്ടത്ര പരിഗണന കൊടുക്കാത്തത് കൊണ്ട് തന്നെ സപ്ലൈകോയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു മറുപടി നൽകാനും സാധിക്കുന്നില്ല. എന്തായാലും പൊതുവിതരണ സമ്പ്രദായം പാടെ കുത്തഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലും ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ വലിയ ഒരു നിരാശ കൂടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും സപ്ലൈകോയെ യാതൊരു തരത്തിലും ആശ്രയിക്കാൻ പൊതുജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആളുകൾ അടക്കം പറഞ്ഞിട്ടുള്ളത്. സുരേഷ്, യെസ്, അത് തന്നെയാണ്. സാധാരണക്കാരായ ആൾക്കാരുടെ നടുവൊടിക്കുന്ന സമീപനം തന്നെയാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. സബ്സിഡി സാധനങ്ങൾ പോലും അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയാകുന്നൊരവസ്ഥ. ഇനി എപ്പോൾ ഏത് തരത്തിലുള്ള സാധനങ്ങൾ വരും എന്ന കാര്യത്തിൽ ജീവനക്കാർക്ക് പോലും ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.